ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇവിടുത്തെ ഞങ്ങളുടെ റാണി ചേച്ചി പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാനുണ്ട്. അതാണ് ഇത് കണ്ടോ, പെപ്പർ, ഏലയ്ക്ക, പിന്നെ ഇത് ഗ്രാമ്പൂ, പട്ട, പിന്നെ ഒരു സ്റ്റാർ പോലത്തെ അതെല്ലാം കൂടെ ഒന്ന് ആ ഇടികല്ലിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒത്തിരി പൊടിയൊന്നും ആക്കണ്ട. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. പിന്നെ ഇത് കണ്ട്, ഇത് സവോള, പച്ചമുളകും തക്കാളിയുമാണ്. ഇപ്പോൾ തക്കാളി ഇപ്പോൾ ഇടുന്നില്ല, നമ്മൾ സവോളയും പച്ചമുളകുമാണ് ഇടുന്ന ആദ്യം. എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇത് ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ടുള്ള 2 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങുമാണ്. നിങ്ങൾക്ക് ബീൻസൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി ഇത് രണ്ടും ഇടുന്നുള്ളൂ, ക്യാരറ്റും ഉരുളക്കിഴങ്ങും. അത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞാനൊരു ഇച്ചിരി ഉപ്പേ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് പിന്നീട് ടേസ്റ്റ് ചെയ്തിട്ട് ഇടാം. പിന്നെ ഒരു തക്കാളി അതും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. തക്കാളി ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച തക്കാളി കേട്ടോ. ഞാനിതിൻ്റെ കാണിക്കാം വീഡിയോ. ഇവിടെ തക്കാളിയുടെ കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് 2ാം പാലാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റാണ് നമ്മൾ 1ാം പാൽ ഒഴിക്കുന്നത്. ഇനി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുക. ഇച്ചിരി ഒരു പിരിഞ്ഞ പോലെ വരും, കാരണം തേങ്ങാപ്പാലല്ലേ. അത് കാര്യമാക്കണ്ട, കാരണം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ 1ാം പാൽ ഒഴിക്കും, അത് റെഡിയാകും. ഇനി ഞാൻ ഇതിലേക്ക് കോൺഫ്ലവർ എടുക്കുവാണ്. അത് ഇതുണ്ട്, ഇച്ചിരി എടുത്താൽ മതി. ഇത്രയും മതി കേട്ടോ കോൺഫ്ലവർ. അതെടുക്കുക. പിന്നെ ഇച്ചിരി ചൂടുവെള്ളം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പം ഞാനിത് കാണിച്ചു തരാം എത്ര ടീസ്പൂണ് കോൺഫ്ലവർ ഒഴിക്കണമെന്ന് കാണിച്ചു തരാം. ഇത് ഇത്രയും എടുത്താൽ മതി, കാരണം ഇത് ഇച്ചിരി തന്നെ ഇടുമ്പോൾ തന്നെ നല്ല കട്ടി വരിക. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് കറിക്ക്. നമുക്ക് 3 ടീസ്പൂണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇരിക്കും തോറും കറിയുടെ ആ കൊഴുപ്പ് കൂടും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ കോൺഫ്ലവർ ഇട്ടിരിക്കുന്നത്. ഇതിട്ട് നല്ലതാക്കണ്ട, ഈ തിക്നെസ്സിൽ കിട്ടുമേ. ഇനി ഇത് ഇരിക്കുമ്പോൾ നല്ല കുറുകി വരും. ഇനി ഞാൻ അവസാനം 1/2 കപ്പ് 1ാം പാൽ എടുത്ത് വെച്ചതാണിത്. ഇതും കൂടെ ഒഴിക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം, തിളയ്ക്കണ്ട കേട്ടോ, ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് വിളമ്പാം. ഇത് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ, ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റൂവും. അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന അമ്മച്ചി രാവിലെ നാമം ചെല്ലുന്ന സൗണ്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്തപ്പോൾ അത് എനിക്ക് കളയണമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അത് ഇട്ടത്. അപ്പോൾ ബൈ.